ഇപ്പോൾ ഉള്ളത് പറമ്പിക്കുളമാണ്. ഇപ്പോൾ ഒരു സമയം 8 മണിയായി. പോണ വഴിയിൽ ഇങ്ങനെ റോഡ് സൈഡൊക്കെ ഈ വരയാളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മയിൽ, നല്ല പീലിയൊക്കെ ഉള്ളത്. ഇങ്ങനെ ഈ റോഡ് സൈഡ് ആന, മയിൽ, കാട്ടുപോത്ത്, മാന് ഇങ്ങനെയൊക്കെ കാണുക. ഇവിടെ ഒരു കൂട്ടം മാന് മേയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു നല്ല സൈലൻ്റ് ആയൊരു പ്ലേസാണ്. ഇവിടെ വന്ന് വെച്ചാൽ നല്ല പിക്നിക് പോലെയാണ്. നല്ല രസമാണ്. നല്ല കുരുവികളുടെ സൗണ്ടും നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നിരിക്കാൻ. പിന്നെ ഇവിടെ ഈ മാനൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, കിച്ചു 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 ഒക്കെ പറഞ്ഞിട്ട്. നല്ല ഈ റോഡ് സൈഡൊക്കെ നമുക്ക് എന്തായാലും തീർച്ചയായും ഇവിടെ വന്ന് വെച്ച് മാനൊക്കെ കാണാൻ പറ്റും. തീർച്ചയായും ഉറപ്പായും വന്ന് വെച്ച് മാനൊക്കെ കാണാം. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഈ ആന, പിന്നെ മയിൽ, കാട്ടുമയിലൊക്കെ കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു കനാലുണ്ട്. ഈ കനാൽ വന്ന് ഈ പറമ്പിക്കുളം ഡാമിലാണ് പോയി എത്തുന്നത്. പിന്നെ ഇവിടെ ഈ പന്നികളൊക്കെ ഉണ്ട്. ഇവിടെ 3 മാൻ ഇങ്ങനെ വരിയായിട്ട് ഓടുന്നു. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ. പിന്നെ കുറേ മുളയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. 2 സൈഡും കാടായിട്ട് നടുക്കൊരു റോഡ്. ഇവിടെ വേറെ ഏത് വണ്ടിയും ഇല്ല, നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് പോലെയാണ് തോന്നുന്നത്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ മാനൊക്കെ ഈ പുറത്ത് വന്ന് നിൽക്കുന്ന ഈ കടുവ, പുലിനെയൊക്കെ പേടിച്ചിട്ടായിരിക്കും. ചിലപ്പോഴൊക്കെ അവർ ഉൾക്കാടുകളിലൊക്കെ പോവാറുണ്ട്. പിന്നെ നല്ലൊരു ഈ സൈഡ് നല്ല 2 സൈഡും നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പുല്ലും പിന്നെ കുറേ മരങ്ങളും. ശരിക്കും ഒരു കാടാണിത്. അല്ലെങ്കിൽ കാടൊക്കെ തന്നെ നല്ലൊരു ഫീലുണ്ട്. മാനൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ 2 മയിലൊക്കെ ഉണ്ട്. നല്ല ചന്തമുണ്ട്. ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ മയിൽ, മാനൊക്കെ കാണാൻ പറ്റും. നല്ല നിശബ്ദമായൊരു സ്ഥലം. ഈ 2 മാനും കൂടി എന്താ ചെയ്യുന്നു? ഒരുമിച്ച് തീറ്റ കഴിക്കുന്നു. ഞാൻ കുത്തുകാണെന്നാ വിചാരിച്ചു. നല്ല സന്തോഷമുണ്ട് അല്ലേ കാണാനൊക്കെ. നോക്കുന്നൊക്കെ അവരുടെ പുതിയ കാട്ടിൽ ആരാണ് ഇവിടെ വന്നിരിക്കണമെന്ന് നോക്കായിരിക്കില്ല അവര്. ഇത് നോക്ക് ഇത് ആണ് തന്നെയായിരിക്കും കേട്ടോ ഈ മാന്. ഈ മാനിനും കൊമ്പുണ്ടല്ലോ. ഈ കൊമ്പുള്ളൊക്കെ ആണായിരിക്കോ? ആയിരിക്കും. നല്ല ചന്തമുള്ള കൊമ്പില്ലേ, 2 ഭാഗത്തും ഒരേപോലെ. എൻ്റെ അമ്മൂത് എത്രയോ മാന്. ഇഷ്ടത്തിന് മാനാണല്ലോ. ആട് വീണ പോലെ വീണു. ഇങ്ങനെ ഇത്രയും മാന് ഞാൻ അടുത്ത് വെച്ച് കണ്ടിട്ടേ ഇല്ല. എന്താ ചന്തല്ലേ, എത്രയോ മാന്. ഇവിടെ കുരങ്ങുണ്ട് തോന്നുന്നു. നല്ല സൗണ്ട് ഉണ്ടല്ലേ കുരങ്ങിൻ്റെ ഒക്കെ. കുരങ്ങായിരിക്കുമോ? എന്തോ ഇളകി, ഞാൻ കണ്ടില്ല. നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. എന്തോ ഈ മാനൊന്നും നമ്മളെ മൈൻഡേ ചെയ്യുന്നില്ല അല്ലേ. അതൊക്കെ ബിസിയാണ്. ഉൾക്കാടുകളിലൊക്കെ ആയിരിക്കും ഇവരിൻ്റെ താമസ സ്ഥലമൊക്കെ. പക്ഷേ ഈ കടുവ, പുലിയൊക്കെ വന്നിട്ട് ഇവരിനെ കൊന്നു കഴിക്കും. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഈ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ മേയുന്നത്. പറഞ്ഞാൽ ഇവർ ഇങ്ങനെ രാവും പകലൊക്കെ ഇവിടെ തന്നെയാണ് ഇങ്ങനെ പുല്ല് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വല്ലപ്പോഴും ഇങ്ങനെ ഉൾക്കാടുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കടുവയെല്ലാം ഈ മാനുകളെ പിടിക്കും.
കൂട്ടം മാനൊക്കെ ഉണ്ട്. അടിപൊളി ചെറിയൊരു വാട്ടർഫാൾസ്. സൂപ്പർ വ്യൂ ആണ്, ഒരു രക്ഷയുള്ള നല്ല കാറ്റുണ്ട്, അടിപൊളിയാണ്, നല്ല സ്ഥലം, സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു. ഇനി കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല ഇതൊന്നൊരു വ്യത്യാസമായൊരു ചെടികളാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് മഞ്ഞൊക്കെ എല്ലപ്പോൾ വീഴും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാരിനൊന്നും കാണാത്തത്. ഇവർക്കൊക്കെ ഇങ്ങനെ അവർ വീടിൻ്റെ ഉള്ളിലേ ഇരിക്കാൻ പോലെ പുറത്തൊന്നും ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ഇവിടെ വ്യത്യസ്തമായി നമുക്ക് കാണാത്ത നല്ല കളർഫുള്ളായ ചെടികളൊക്കെ ഇവിടെ കാണും കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ചെടികളൊക്കെ കാണാൻ. ഇവിടെ പഴയ പൊട്ടി തകർന്ന ബിൽഡിംഗ് ഒക്കെ കാണും ഇടയിൽ. പിന്നെ പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ നല്ല രസമാണ് ഇവിടെയൊക്കെ ഇരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും കുറേ നേരം ഇവിടെയൊക്കെ കളിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം പോയി ഒരവിടെ നിർത്തിയിട്ട് അവിടെ കുറേ ബബിൾസൊക്കെ വിട്ട് പൊട്ടിച്ചൊക്കെ കളിച്ചു. നല്ല ഈ വലിയ ബബിളൊക്കെ പൊട്ടിക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്ത് സംഭവം അവിടെ എന്തോ അതാ മയില് 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 അവിടെ ഒരു മയില്. ഇതേപോലെ പുതുപുത്തൻ വീഡിയോനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതുപുത്തൻ വീഡിയോ ആയി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.